like, comment and subscribe. ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള CBSE-കാരുടെയും കേരള സിലബസുകാരുടെയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സസ് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേരള സിലബസിലെ 5ാം ക്ലാസ്സുകാരുടെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ ചെയിൻ ഓഫ് ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു പിക്ചർ വന്നിട്ടുണ്ട് അല്ലേ. ഒരു കിളി ഇങ്ങനെ ഒരു മീനിനെ നോക്കിയിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ബേർഡ് ഈസ് ഇൻ ദിസ് പിക്ചർ? ആ പിക്ചറിൽ തന്നിരിക്കുന്ന കിളിയുടെ പേരെന്താണ്? ആ കിളി എന്ന് വെച്ചാൽ കിങ് ഫിഷറാണ്. അപ്പോൾ കിങ് ഫിഷറാണ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തത് വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്? അത് മെയിനായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്താ? അത് മീനിനെയാണ് കഴിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തേൽ കിങ് ഫിഷർ എന്ന് എഴുതാം, രണ്ടാമത്തേൽ നമ്മൾക്ക് ഫിഷ് എന്ന് എഴുതാം. അത് കഴിക്കുന്ന മീനിനെയാണ്, അതായത് ഫിഷാണ്. വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? ഈ കിളി എപ്പോഴും മെയിനായിട്ട് കാണുന്നത് എവിടെയാണ്? കാണാൻ നമുക്കിപ്പോൾ ഇപ്പോൾ റിവേഴ്സോ അല്ലെങ്കിൽ പോണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അവിടെ വല്ല മരം ഉണ്ടെങ്കിൽ ഈ മരത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അതായത് ടോപ്പ് ഓഫ് ദ ട്രീസ്. ഇപ്പോൾ നമുക്ക് കാണാം ഒരു മരത്തിൻ്റെ മുകളിലാണ് ഈ കിങ് ഫിഷർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫിഷ് ഈ ബേർഡ് എവിടെയാണ് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ടോപ്പ് ഓഫ് ദ ട്രീസ് ആണ്. ഇനി നാലാമത്തത് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? എന്തിനാണ് ഈ കിളി എപ്പോഴും ഈ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത്? കാരണം ഇവർ എന്താണ് ഈ മീനിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? ടു ക്യാപ്ചർ ദ ഫിഷ്. ആ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അടിയിലൊരു ബോക്സിൽ വന്നിട്ടുണ്ട് ദ കിങ് ഫിഷർ ലീവ്സ് ഇൻ ബറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ ponds. They mostly choose places near water sources where they can fish. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ? കിങ് ഫിഷർ മെയിനായിട്ട് ജീവിക്കുന്നത് ലീവ്സ് ഇൻ ബറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോണ്ട്. ഇപ്പോൾ ഒരു റിവറോ അല്ലെങ്കിൽ പോണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുളമൊക്കെ ഉണ്ടെങ്കിൽ ആ കുളത്തിൻ്റെ അവിടെ വല്ല മരം ഉണ്ടെങ്കിൽ ആ മരത്തിൻ്റെ അവിടെ ഓട്ട ഉണ്ടാക്കിയിട്ട് അവിടെ കിങ് ഫിഷർ അവിടെ ഉണ്ടായിരിക്കും. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ. അപ്പോൾ ഇവിടെ പറയുന്നത് അവർ മെയിനായിട്ട് എവിടെയാണ് ഇവർ നോക്കുന്നത്? എവിടെയാണ് വല്ല വെള്ളമൊക്കെ ഉള്ള ഭാഗത്തായിരിക്കും ഇവർ മരത്തിൻ്റെ അവിടെ ഓട്ടയിലായിരിക്കും അവിടെ എന്തുണ്ടാവുന്നത് താമസിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതിനിടയിൽ ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് അറൗണ്ട് അസ് ഹു ഈറ്റ് വേരിയസ് കൈൻഡ് ഓഫ് ഫുഡ്. അതായത് പല ക്രിയേച്ചേഴ്സ് നമ്മൾക്കറിയാം, നമ്മൾ പല ജീവജാലങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആടുണ്ട്, പശുവുണ്ട്, ഇങ്ങനെ കുറേ ഓർഗാനിസംസ് ഉണ്ട്. എല്ലാവരും ഒരേപോലത്തെ ടൈപ്പ് ഓഫ് ഭക്ഷണമാണോ കഴിക്കുക? അല്ല. മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണമാണോ ഒരു പശു കഴിക്കുന്ന? അല്ല. പലർക്കും പല ഫുഡാണുള്ളത്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്? നിങ്ങൾ നോക്കിയാൽ മതി എന്തൊക്കെ ആണ് മറ്റുള്ള നമ്മൾ ചുറ്റുമുള്ള ഓർഗാനിസംസ് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത് നോക്കിയാൽ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങളാണ് പലരും കഴിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ആട് എന്താ കഴിക്കുക? ആട് നമുക്കറിയാം മെയിനായിട്ട് കഴിക്കുന്ന പുല്ല് കഴിക്കും, പിന്നെ ധാന്യങ്ങളും കഴിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തേൽ എഴുതാം ഗ്രാസ് എന്ന് എഴുതാം. പുല്ലെന്ന് പറയുമ്പോൾ ഗ്രാസ് എന്ന് എഴുതാം. രണ്ടാമത്തെ നമുക്ക് ഗ്രെയിൻസ് എന്ന് എഴുതാം. ഗ്രാസ് എഴുതാം, ഗ്രെയിൻസ് എഴുതാം, വീഡ്സ് എഴുതാം. അപ്പം ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇനി വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്ട് ഓഫ് പ്ലാന്റ്? ഇനി അതുപോലെ തന്നെ ചെടികളെ തിന്നുന്ന ഓർഗാനിസംസ് ആയിരിക്കും. നമുക്കറിയാം ചെടി തിന്നുന്നത്. ഇപ്പോൾ ഗ്രാസ് കഴിക്കുന്ന ഇപ്പോൾ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. റാബിറ്റ്, മുയൽ ഒരു ഗ്രാസ് തിന്നുന്ന ഒരു ജീവിയാണ്. അതുപോലെ തന്നെ ഡിയർ, മാൻ അത് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗോട്ട് എഴുതാം. ഗോട്ട് ഗ്രാസ് തിന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജിറാഫ് എന്താ? അതൊരു പ്ലാന്റ് ഈറ്റിംഗ് ബേർഡ്. അപ്പോൾ നമുക്ക് ഡിയർ, റാബിറ്റ്, ജിറാഫ്, ഗോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേജിലേക്ക് പോകുമ്പോൾ ഫുഡ് ആൻഡ് ഹാബിറ്ററ്റ്. അപ്പോൾ ഫുഡ് ആൻഡ് ഹാബിറ്ററ്റ്, ഫുഡ് എന്ന് വെച്ചാൽ ഭക്ഷണം, ആൻഡ് ഹാബിറ്ററ്റ് എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ ഒരു പാടമാണ് അല്ലേ. ഈ പാടത്തിൻ്റെ അവിടെ ഒരു റിവർ അങ്ങാണ്ടുണ്ട്. അപ്പോൾ ഈ റിവറിൽ കുറേ ക്രിയേച്ചേഴ്സിന് അവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പാമ്പുണ്ട്, പിന്നെ തവളയുണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഞണ്ടുണ്ട്, ടോർട്ടോയ്സ് ഉണ്ട്, പിന്നെ ഒരു മീനിനെ തന്നിട്ടുണ്ട്, സ്നെയില്, പിന്നെ ഒരു ക്രോനെ കാണാം, പിന്നെ ചെറിയൊരു ബട്ടർഫ്ലൈ അവിടെ പറക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ഓർഗാനിസംസ് ഇങ്ങനെ ഒരു പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദിസ് പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ എന്തൊക്കെ ക്രിയേച്ചേഴ്സ് ആണുള്ളത്? നമ്മൾ പറഞ്ഞു ഇത്രയും ക്രിയേച്ചേഴ്സ് അവിടെ കാണുന്നുണ്ട്. ഇനി വിച്ച് ഓഫ് ദിസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? ഇനി ഇതിൽ ആരൊക്കെയാണ് ചെടികളെ തിന്നുന്നത്? അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ട് സ്മോൾ ഫിഷസ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം മീനുകളും ഫിഷ് എങ്ങനെയാണ് ചെടികളെ തിന്നുക? ഒരു ചോദ്യം ചോദിക്കുക, മീനുകൾ ചെടിയാണോ തിന്നുക?
നമ്മൾ മീൻ വേറെ മീനെ കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. മീൻ ചെടികളെ തിന്നും. അപ്പോൾ പറയാം സ്മോൾ ഫിഷസ്. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു മീനുകളിൽ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കുഞ്ഞ് ചെറിയ പ്ലാന്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചെറിയ മീനുകൾ അതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ തരികളാണ് തിന്നുന്നത്. അപ്പോൾ കുഞ്ഞു മീനുകൾ എന്താ തിന്നുന്നത്? അത് പ്ലാന്റ്സിനെയാണ് കഴിക്കുന്നത്. പിന്നെ ആ പിക്ചറിൽ തന്നിട്ടുള്ളതിൽ ആരൊക്കെയാണ് ചെടികളെ കഴിക്കുന്നത് നമുക്ക് നോക്കാം. ആരൊക്കെയായിരിക്കും ചെടികളെ കഴിക്കുന്നത്? അപ്പോൾ ആയിരിക്കുന്ന ഗ്രാസ് ഹോപ്പർ, അതായത് പുൽച്ചാടി. ഈ പുൽച്ചാടി എന്താ തിന്നുന്നത്? ചെടിയാണ് തിന്നുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത് എന്ത് എഴുതാം? ഗ്രാസ് ഹോപ്പർ എന്ന് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ടോർട്ടോയ്സ്, അതായത് ആമ വെള്ളത്തിലാണെങ്കിൽ കൂടി ആമ മിക്കതും തിന്നുന്നത് പുല്ല് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ടോർട്ടോയ്സ് എന്താണ്? ഒരു പുല്ല് തിന്നുന്ന ജീവിയാണ്. പിന്നെ സ്നെയിലും പുല്ല് തിന്നാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് 3 മതി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാസ് ഹോപ്പർ എഴുതാം, ടോർട്ടോയ്സ് എഴുതാം. പിന്നെ നമ്മൾക്ക് അവിടെ വേറെ ഉണ്ട് ഈ കൊക്ക് തിന്നുന്നത്. എന്താ? കൊക്ക് കുഞ്ഞു കുഞ്ഞു വേംസിനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് പല ഓർഗാനിസംസ്. അപ്പോൾ 2 നമുക്ക് ചോദിച്ചാൽ എന്ത് എഴുതാം? ഒന്ന് ഗ്രാസ് ഹോപ്പർ എഴുതാം, പിന്നെ അതിൻ്റെ അടിയിൽ ടോർട്ടോയ്സ് എന്ന് എഴുതാം. പിന്നെ അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻ, വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? കുഞ്ഞ് മീനുകളെ തിന്നുന്നത് ആരൊക്കെയാണ്? മീനുകളെ തിന്നുന്ന കൊക്ക് മീനിനെ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് അല്ലേ? കൊക്ക് വേംസിനെ തിന്നും, മീനുകളെ തിന്നും. അപ്പോൾ മീനുകളെ തിന്നുന്ന ഒന്നാമത്തെ ആളാണ് ആയിരിക്കുന്ന കൊക്ക്. ക്രെയിൻ എന്നാണ് കൊക്കിനെ പറയുന്നത്. ക്രെയിൻ, CRANE, ക്രെയിൻ. അപ്പോൾ ക്രെയിൻ എന്ന് പറയുന്നത് കൊക്ക് എന്താണ്? അവിടെ മീനെ തിന്നുന്നതാണ്. പിന്നെ അടുത്തത് ആരാണ് പിന്നെ മീനെ തിന്നുക? ക്രോ. ആ കാക്കയുണ്ടല്ലോ, കാക്ക മീനിനെ തിന്നും. കാക്ക മീൻ മാത്രമല്ല, കാക്കേനെ നമ്മൾ പറയാം ഓംനിയോർ എന്നാണ്. എന്ന് വെച്ചാൽ മിക്ക എല്ലാ സാധനങ്ങളും തിന്നും. ഇപ്പോൾ നമ്മൾക്ക് എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും തിന്നുന്നത് കാക്കയാണ്. അപ്പോൾ കാക്കേനെ എല്ലാത്തിലും പെടുത്തും. അപ്പോൾ കാക്ക നമുക്ക് എന്ത് എഴുതാം? ക്രോ എന്ന് പറയുന്നതും അവിടെ എഴുതാൻ പറ്റും. ഇനിയപ്പോൾ നമുക്ക് 3ാമത്തെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ, എവറി ക്രിയേച്ചേഴ്സ് ഇൻ ദ പിക്ചർ ഫീഡ് ഓൺ സം അതർ ഓർഗാനിസം അല്ലേ? ഇപ്പോൾ എല്ലാവരും പല പല ഓർഗാനിസം. ഇപ്പോൾ നമ്മളായാലും എന്താ ഹ്യൂമൻ ബീയിങ്സ് ആണ് നമ്മളിപ്പോൾ ചിക്കൻ തിന്നും, ബീഫ് തിന്നും. അപ്പോൾ പലരും പല പല ഓർഗാനിസംസിനെ കഴിക്കും. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ആയിരിക്കുന്ന തവള കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ പുൽച്ചാടിനെ തിന്നാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആ മീനിനെ ആ കൊക്ക് തിന്നാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗാനിസത്തിനെ വേറൊരു ഓർഗാനിസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ കുഞ്ഞു മീനുകൾ ചെടീനെ തിന്നുന്നു. ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ കുഞ്ഞു മീനുകൾ എന്ത് ചെയ്യും? അവിടെയുള്ള കുഞ്ഞു കുഞ്ഞ് ചെടികളെ തിന്നും. എന്നിട്ട് ഈ കുഞ്ഞു മീനിനെ ആര് തിന്നും? അതിൻ്റെ വലിയ മീൻ തിന്നും. എന്നിട്ട് അതിലും വലിയ മീൻ ഈ മീനിനെ തിന്നും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ക്രെയിൻ ഫീഡ് ഓൺ ഫിഷസ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു മീനിനെ വേണമെങ്കിൽ ആ കൊക്കിനും തിന്നാം അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ്. ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, പ്ലാന്റിനെ ആര് തിന്നുന്നു? സ്മോൾ ഫിഷ് തിന്നുന്നു. പിന്നെ അത് അടുത്ത ആര് വരുന്നത്? ലാർജ് ഫിഷ് തിന്നാം, അല്ലെങ്കിൽ അവിടെ തവളയ്ക്ക് തിന്നാം. അതിനൊക്കെ ആർക്ക് വേണമെങ്കിൽ തിന്നാം, ക്രെയിനെ തിന്നാം. അങ്ങനെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത എക്സാമ്പിൾ നമ്മൾക്ക് 2 നമ്മളവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ, പിന്നെ ചെടീനെ തിന്നുന്ന ഒരാളെ പറയാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം ഗോട്ട് തിന്നാം അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഗോട്ട് എന്ന് എഴുതാം. പിന്നെ 3ാമത് തന്നിട്ടുണ്ട് ഒരു ചെടീനെ. ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക, വേംസ് തിന്നാം. വേംസ് എന്ന് വെച്ചാൽ പുഴുക്കൾ. ഈ പുഴുക്കൾ ചെടീനെ തിന്നാലോ? അത് തിന്നാം. ഈ പുഴുവിനെ വേണമെങ്കിൽ ആർക്ക് തിന്നാം? അപ്പോൾ അടുത്ത് നമ്മളൊരു ഡാഷ് അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ വേമിനെ അടുത്തത് ആർക്ക് തിന്നാം? ഈ പുഴുക്കളെ തിന്നുന്ന കുഞ്ഞു കുഞ്ഞു ബേർഡ്സൊക്കെ ഇങ്ങനെ പുഴുക്കളെ കൊത്തിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ചെറിയ ബേർഡ്സ്. ചിലപ്പോൾ നമ്മൾ ക്രോനെ എഴുതാം. കാക്ക എന്ത് ചെയ്യും? ഈ ഇങ്ങനെ വേംസിനെ തിന്നുന്ന ആളാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ക്രോ എന്ന് പറഞ്ഞ് കാക്കയെ ഫില്ല് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യുക. ഇനി അതിന് ശേഷം ലിങ്ക്ഡ് ടുഗദർ. ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ്. അപ്പോൾ പറഞ്ഞു പ്ലാന്റ്, അതായത് ചെടികളെ തിന്നുന്ന ആൾക്കാരാണ് ഒന്ന് ഡിയർ. രണ്ടാമത്തത് റാബിറ്റ് തിന്നും, അതായത് ഡിയർ മാന് തിന്നുന്നുണ്ട്. റാബിറ്റ് എന്ന് വെച്ചാൽ മുയൽ തിന്നും. പിന്നെ അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ നമ്മൾ പറഞ്ഞു പുൽച്ചാടി. ഇതൊക്കെ എന്താണ്? മുന്നേ പറഞ്ഞതാണ്. ഇതൊക്കെ ചെടികളെ തിന്നുന്ന ക്രിയേച്ചേഴ്സാണ്. അപ്പോൾ അടിയിൽ പറഞ്ഞത് കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. ഇനി ഇവരെ തിന്നുന്ന വേറെ ആൾക്കാരെ നിങ്ങൾ പറയാനാണ് പറയുന്നത്. ഒന്ന്, ഇപ്പോൾ ചെടിയിലെ ആര് തിന്നു? ഇവിടെ നേരെ ഏറ്റവും വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ ഡിയറാണ്. ഡിയർ തിന്നു. അപ്പോൾ ഒരു മാന് ചെടീനെ തിന്നു. ഈ മാനിനെ ഞാൻ ആർക്ക് തിന്നാം? മാനിനെ വേണമെങ്കിൽ ഒരു പുലി പിടിച്ചു തന്നു. ഇപ്പോൾ കാട്ടിലാണെങ്കിൽ കാട്ടിലിപ്പോൾ മാനിങ്ങനെ ചെടി തിന്നുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ അറിയാം പുലിയൊക്കെ വന്നിട്ട് പിടിക്കുന്നത്. അപ്പോൾ ലയൺ എഴുതാം, ടൈഗർ എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ ലയൺ എഴുതാം, LION, ലയൺ തിന്നാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ രണ്ടാമത്തെ വന്നിട്ടുള്ളത് ഒരു റാബിറ്റ്, ഒരു മുയലാണ്. ഈ മുയലിനെ ആർക്ക് തിന്നാം? അപ്പോൾ മുയലിനെ അടുത്ത് നമുക്കിപ്പോൾ വേണമെങ്കിൽ
മനുഷ്യന്മാരെ എഴുതാം, മനുഷ്യന്മാർ കഴിക്കും. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ മെയിനായിട്ട് പറയാറുള്ളൊരു എക്സാമ്പിൾ വൂൾഫ് എന്നാണ്. വൂൾഫ് ഇപ്പോൾ ചെന്നായ വയ്ക്കില്ലേ, മുയലിനെ ചെന്നായ തിന്നു, WOLF, അപ്പോൾ വൂൾഫ് എന്ന് എഴുതാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ഒരു ഗ്രാസ് ഹോപ്പർ, ഒരു പുൽച്ചാടി ആണ്. മൂന്നാമത്തെ ഒരു ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടിയാണ്. അപ്പോൾ ഈ പുൽച്ചാടീനെ ആർക്ക് തിന്നാം? ഒരു തവളയ്ക്ക് തിന്നാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഫ്രോഗ് എന്ന് എഴുതാം. അപ്പോൾ അവിടെ ഫ്രോഗ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഇനി അപ്പോൾ അടിയിൽ എഴുതിയിട്ടുണ്ട് പ്രസൻറ്റ് ദ കംപ്ലീറ്റഡ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളിത് പ്രസൻറ്റ് ചെയ്യാൻ, ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് മോർ ഓർഗാനിസം ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഇൻ ദ സയൻസ് ഡെയറി. അപ്പോൾ ശരിക്കും ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ തരാത്തൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗാനിസം ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു പ്ലാന്റിനെ മാന് തിന്നു, ഈ മാനിനെ നമ്മൾ ആര് തിന്നും? പുലി തിന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതിനെ പറയുന്നത് ഫുഡ് ചെയിൻ എന്നാണ് പറയുക. ഇതിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇതൊരു ചെയിനല്ലേ, ചെയിനാണ്. അപ്പോൾ ഇതിനാണ് ഫുഡ് ചെയിൻ. ഒരാളെ അടുത്ത ആൾ തിന്നുന്നു, അടുത്ത ആളെ വേറൊരാൾ തിന്നുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചും കൂടിയും കോംപ്ലക്സ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള അടുത്തൊരിത് വരുന്നത് നമുക്കവിടെ അടിയിലൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. അപ്പോൾ ഒരാൾ മറ്റൊരാളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരാൾ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഈ മുയലിനെ നമ്മൾ വൂൾഫ് തിന്നു എന്ന് പറയുന്നത്, ചെന്നായി തിന്നു എന്ന് പറയുന്നത്, അതെന്താണ്? അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ ഭക്ഷണം എന്ന് പറയുന്നത് വേറൊരാളാണ്. അപ്പോൾ മറ്റൊരാൾ ഇങ്ങനെ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ഫുഡ് വെബ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന ഫുഡ് വെബ് എന്നാണ്. ഫുഡ് ചെയിൻ അല്ല, ഫുഡ് വെബാണ്. അതായത് ഇപ്പോൾ നമ്മൾ അടിയിൽ പടം കൊടുത്തിട്ടുണ്ട്. ഒരു ഓർഗാനിസത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ പറയില്ലേ, ഈ ഒരു ചെടീനെ, അപ്പോൾ നമ്മൾ ആ പോണ്ടിൽ കണ്ടു, ഈ ചെടീനെ എന്ത് തിന്നാം? ഒരു സ്മോൾ ഫിഷ് തിന്നു. ഈ സ്മോൾ ഫിഷിനെ നമ്മൾ ആര് തിന്നു? വലിയൊരു മീൻ തിന്നു. ഈ വലിയ മീനിനെ ഒന്നെങ്കിൽ അതിലും വലിയൊരു മീനിന് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ കൊക്കിന് തിന്നാം. അപ്പോൾ 2 പേർക്കും കഴിക്കാം. അപ്പോൾ ഇതെന്താണ്? ഇങ്ങനെ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പാണ്. ഒരാൾ മാത്രമാണോ കഴിക്കുന്നത്? അല്ല, കുറേ പേര് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, ഇൻ്റർ റിലേഷൻഷിപ്പ്, ഒരാളല്ല, ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് വെബ്. അപ്പോൾ അടിയിലൊരു പടം തന്നെ നമുക്ക് കാണാം. അതായത് ഒരു മരം അല്ലെങ്കിൽ ഗ്രാസ്. ഈ ഗ്രാസിന് ആര് തിന്നാം? ഒന്നെങ്കിൽ ഒരു മാന് തിന്നാം, അല്ലെങ്കിൽ ഒരു പശുവിന് തിന്നാം. ഈ പശുവിനെയും മാനിനെയും 2 പേർക്കും ആർക്ക് തിന്നാൻ പറ്റും? പുലിക്ക് തിന്നാൻ പറ്റും. അതെ, അപ്പോൾ അവിടെ ഇത് വന്നു. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ഇത് തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, അടുത്ത ഇതുപോലെ ചെടി തന്നിട്ടുണ്ട്. ആ ചെടീനെ നമ്മൾക്ക് ആര് തിന്നാം? ഒരു പുൽച്ചാടീനെ തന്നിട്ടുണ്ട്. ഈ പുൽച്ചാടിയിൽ നിന്ന് പിന്നെ ഒരു കുഞ്ഞി കിളിയിലേക്ക് പോയിട്ടുണ്ട്. ഒരു സ്പാരോ ആണെന്ന് വിചാരിക്കുക. ഈ പുൽച്ചാടിന് ഒരു സ്പാരോ തിന്നു, ഒരു കുഞ്ഞി കിളി തിന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ കണ്ടോ, ഒരു ചെന്നായിലേക്ക് പോയി, വൂൾഫിലേക്ക് പോയി. ഈ ചെന്നായ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ തിന്നുന്ന ഒരു കഴുകനെ മുകളിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു കഴുകനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈക്കിളാണ്. ഇനി അതിൽ തന്നെ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഗ്രാസ് ഹോപ്പറിനെ ചിലപ്പോൾ, അതായത് ഈ പുൽച്ചാടീനെ ചിലപ്പോൾ ഈ ഈ കിളി തിന്നതിന് പകരം ചിലപ്പോൾ ഒരു കുരങ്ങനെ തിന്നാന്ന് പറയുന്നത്. ഈ കുരങ്ങനെ തിന്നാൻ കണ്ട അവിടെ നിന്ന് ഒരു ഏറെ പോയിട്ടുള്ളത് കുരങ്ങനിലേക്കാണ്. അപ്പോൾ ഈ കുരങ്ങനെ കഴിക്കാം. ഈ കുരങ്ങനെ ചിലപ്പോൾ ആർക്ക് തിന്നാം? ഒരു ടൈഗറിന് കഴിക്കാം. ടൈഗറോ അല്ലെങ്കിൽ ലെപ്പേർഡോ ആർക്കാണോ അവർക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ചെടി വേണമെങ്കിൽ ഒരു അടുത്തപ്പോൾ ആ ഒരു ലിങ്ക് കഴിഞ്ഞ്, ഒരു ഫുഡ് ചെയിൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തതിൽ വരുന്നത് എന്താ പറയുന്നത്, ഈ ഒരു ചെടീനെ വേണമെങ്കിൽ ഒരു എലിക്ക് കഴിക്കാം, ഈ എലീനെ ഒരു പൂച്ചയ്ക്ക് കഴിക്കാം, ഈ പൂച്ചേനെ അതിലും വലിയ ഒരു ലെപ്പേർഡിന് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ പിന്നെ ഒരു മാനിനെ കൊടുത്തിട്ടുണ്ട്, ഈ മാനിന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് സൈഡിൽ നമുക്കൊരു പശുവിലേക്കോ ഒരു കണക്ഷൻ കൊടുക്കുന്നത് അല്ലേ, ഇത് പശുവിന് കഴിക്കാം. പശുവിന് ചിലപ്പോൾ മരിച്ച അവിടെ വീഴുമ്പോൾ അതിന് കഴുകന് കഴിക്കാം. അപ്പോൾ ഇത് ഒരെണ്ണമല്ല എന്നാണ് ഈ ഒരെണ്ണത്തിന്, അതായത് ഇപ്പോൾ ഒരെണ്ണം പറഞ്ഞില്ലേ, അതായത് ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നത് ഫുഡ് ചെയിൻ എന്ന്. ഒരെണ്ണത്തിന്, അതായത് ഒരു ചെടിയിലിനെ ഗ്രാസ് ഹോപ്പർ കഴിച്ചു, ഗ്രാസ് ഹോപ്പറിനെ കിളി കഴിച്ചു, കിളീനെ നമ്മൾ വൂൾഫ് കഴിച്ചു, വൂൾഫിനെ പിന്നെ പരുന്ത് കഴിച്ചു. ഈ ഒരൊറ്റൊരു വരേനെ നമ്മൾ പറയുന്നത് ഫുഡ് ചെയിൻ. പക്ഷേ ഇത് ഒരെണ്ണമല്ല, എന്താണ്, കുറേ കൂടി ജോയിൻ ചെയ്തിട്ടാണ്. ഒരെണ്ണത്തിൻ്റെ തന്നെ ഇങ്ങനെ വീണ്ടും ഒരു ചെയിൻ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ എന്താണ് ചെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ പറയും ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ദാറ്റ് ഇസ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം. ഇവിടെയുള്ള ഇങ്ങനൊരു ഇൻ്റർ റിലേഷൻഷിപ്പ്, ആ ഒരു ജോയിനിങ്ങിനെ പറയുന്ന പേരാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരാം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ദാറ്റ് ഇസ് ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താണ് ലിവിങ് ബീയിങ്സ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ളൊരു ഡിപ്പെൻഡിനെ പറയുന്നതാണ് ഫുഡ് വെബ്. വാട്ട് ഈസ് ഫുഡ് വെബ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് വാട്ട് ഈസ് ഫുഡ് വെബ് എന്ന് വേണമെങ്കിൽ അവിടെ സൈഡിൽ എഴുതി വെച്ചു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ.
കടലിൻ്റെ അടിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോ എക്സിസ്റ്റൻസ് നോക്കാം. ഹാവ് യു സീൻ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ദ ലാൻഡ്? ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളിപ്പോൾ പറഞ്ഞു. ലാൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കരയിലുള്ള ഫുഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഗ്രാസ്, ഒരു പുല്ലിനെ ആര് തിന്നുന്നു? ഗ്രാസ് ഹോപ്പർ തിന്നുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ തിന്നുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഒരു ലാൻഡ് എന്ന് പറയുമ്പോൾ ഈ ലാൻഡിലുള്ള കുറച്ച് കാര്യങ്ങളിപ്പോൾ നമ്മൾ പഠിച്ചു. ഇൻ ദിസ് വേ ദ സീ ഓൾസോ ഹാവ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. ഇതുപോലെ തന്നെ എന്താണ് കടലിലും ഇതുപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളെ മറ്റൊരാൾ തിന്നുന്നു. കടലിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പടങ്ങൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് കൊടുത്തിട്ടുണ്ട്, സാർഡൈന് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ മീനുകൾ, സ്മോൾ ഫിഷസ്, സീ ടർട്ടിൽ, പ്ലാങ്ക്ടൺ എന്നൊക്കെ പറയും. പ്ലാങ്ക്ടൺ ഒരു ചെടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പിക്ചേഴ്സ്, അതായത് കടലിൻ്റെ അടിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സം സീ ക്രിയേച്ചേഴ്സ് ആർ ഷോൺ ഇൻ ദിസ് പിക്ചർ. അപ്പോൾ കുറച്ച് ക്രിയേച്ചേഴ്സിനെ പടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലുക്ക് അറ്റ് ദ ഇൻഫോർമേഷൻ ഇൻ ദ ടേബിൾ ബിലോ ആൻഡ് ഡ്രോ എ ഫുഡ് വെബ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദിസ് ഓർഗാനിസം. അപ്പോൾ അടിയിൽ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ഫുഡ് വെബ് ഉണ്ടാക്കുക. നേരത്തെ ലാൻഡിലെ ഫുഡ് വെബ് അവർ തന്നില്ലേ, ഇതുപോലെ ഇതിലെ ഫുഡ് വെബ് നിങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഷാർക്ക് തന്നിട്ടുണ്ട്. ഷാർക്കിൻ്റെ കഴിക്കുന്ന ഭക്ഷണം സ്ക്വിഡ്, ഫിഷസ്, സീ ടർട്ടിൽ. ഷാർക്കിന് ഇതൊക്കെ കഴിക്കുക എന്നാണ് പറയുന്നത്. മീനുകളെ കഴിക്കാം. സീ ടർട്ടിൽ, അവിടെ ടർട്ടിലെ മൂള് തന്നിട്ടുണ്ട്. സ്ക്വിഡ്, ഇതിനൊക്കെ കഴിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് സാർഡൈൻ എന്ന് പറയുമ്പോൾ സാർഡൈന് കഴിക്കാൻ പറ്റുന്നത് സ്മോൾ ഫിഷസിനെ കഴിക്കാം. പ്ലാങ്ക്ടന് മുകളിലെ പിക്ചേഴ്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, പിക്ചേഴ്സിൽ തന്നിട്ടുള്ളതൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ സീ ടർട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമയ്ക്ക് ആരൊക്കെ കഴിക്കാൻ പറ്റും? പ്ലാന്റിനെ കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മീനുകളെയും കഴിക്കാൻ പറ്റും. ചില മീനുകൾ കഴിക്കാൻ പറ്റും. പിന്നെ സ്മോൾ ഫിഷസ്, മീനുകൾക്ക് ആ ചെടീനെ കഴിക്കാൻ പറ്റും. പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ചെടി. അതായത് നിങ്ങൾക്ക് ഇതിൽ പേര് കിട്ടാത്ത വരുമ്പോൾ നിങ്ങൾ ആ മുകളിലത്തെ പിക്ചർ നോക്കിയാൽ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് പ്ലാങ്ക്ടൺ എന്ന് തന്നിട്ടുണ്ട്, എന്താണ് സാർഡൈൻ മീൻ തന്നിട്ടുണ്ട്, ഏതാണ് സീ ടർട്ടിൽ ആമയുടെ പേരാണ്, അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വെബ് നിങ്ങൾ വരയ്ക്കണം. പിന്നെ അവിടെ നമുക്ക് സൈഡിൽ തന്നിട്ടുണ്ട് പ്ലാങ്ക്ടൺ ആർ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ ദ വാട്ടർ ബോഡീസ്. ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റഡ് സിസ്റ്റം ഓഫ് ഓഷ്യൻ. അപ്പം പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. അപ്പോൾ ഈ ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തിക്കെടുക്കണം കാണാൻ പറ്റും. ഈ ചെടി ഫ്ലോ ഫ്രീലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്ലോ പക്ഷേ ഇങ്ങനെ നീന്താന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഫ്ലോ ചെയ്ത് എടുക്കാമെന്ന് പറയില്ലേ, ഫ്ലോ ചെയ്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്ന ചെടികളെ പറയുന്നതാണ് പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. ഫ്ലോട്ട് എന്നല്ല കേട്ടോ, ഫ്ലോ എന്നാണ്. ഫ്ലോ ഫ്രീലി ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പോയി കിടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റഡ് സിസ്റ്റം ഓഫ് ദ ഓഷ്യൻ. അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എന്താ കൊടുത്തില്ല, ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റഡ് സിസ്റ്റം ഓഫ് ഓഷ്യൻ എന്നുവെച്ചാൽ ചെടികളെ പറയുന്നതാണ് പ്രൊഡ്യൂസേഴ്സ്. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട്, അതായത് അവരുടെ ശരീരത്തിൻ്റെ അത് കുറച്ച് സൂര്യപ്രകാശവും കുറച്ച് ഓക്സിജനും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് പ്രൊഡ്യൂസേഴ്സ്. അത് മെയിനായിട്ട് ചെടികളാണ് മെയിനായിട്ട് പ്രൊഡ്യൂസേഴ്സ് ആവാറ്. അപ്പം ഈ നമ്മുടെ കടലിൻ്റെ അടിയിൽ, അതായത് ഓഷ്യനിലൊക്കെ പ്രൊഡ്യൂസേഴ്സാണ് ഈ ചെടിയാണ്, അതായത് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ് ആരെയും പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ ചെറിയ പ്ലാന്റുകളാണ്, അതിങ്ങനെ അടിയിൽ ഇങ്ങനെ വെള്ളത്തിനടിയിൽ കാണാൻ പറ്റുന്നതാണ്. അവർ പ്രൊഡ്യൂസേഴ്സാണ്, അവർ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വർക്കുണ്ട്, അതായത് നമ്മൾ ഫുഡ് വെബ് നമ്മൾ വരയ്ക്കണം. ഫുഡ് വെബ്. അപ്പോൾ നമുക്ക് ഫുഡ് വെബ് എങ്ങനെ വരയ്ക്കാം? ഒന്നാമത്തെ നമുക്ക് എഴുതാം. ഫസ്റ്റ് പ്ലാങ്ക്ടൺ ആണ് തുടങ്ങേണ്ടത്. ആ ചെടീനല്ലേ നമുക്ക് ആദ്യം നോക്കണ്ടേ. ഈ ചെടീനെ ആർക്ക് കഴിക്കാം? ചെടീനെ കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ നോക്കുക. അപ്പോൾ ചെടീനെ കഴിക്കുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ആമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെടിയിൽ നിന്ന് അടുത്ത ഒരു ഏരോ നമുക്ക് ആർക്ക് കൊടുക്കാം? നേരൊരു ഏരോ വരച്ചിട്ട് സീ ടർട്ടിലിന് കൊടുക്കാം. അപ്പോൾ പ്ലാന്റിനെ പ്ലാങ്ക്ടനെ കഴിക്കുന്ന ആമയ്ക്ക് കൊടുക്കാം. ഇനി ആമേനെ ആരെങ്കിലും കഴിക്കുമോ? ഷാർക്ക് കഴിക്കുന്ന ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ അടുത്ത ഏരോ ആർക്ക് കൊടുക്കാം? ഷാർക്കിലേക്ക് കൊടുക്കാം. അപ്പോൾ അതൊരു ചെയിനായിട്ട് മാറി. പക്ഷെ അത് ഫുഡ് വെബായിട്ടില്ല. വെബ് ആണെങ്കിൽ കുറച്ചും കൂടി അവിടെ ഇങ്ങനെ റിലേഷൻസ് വേണം. ഞാൻ പറഞ്ഞു, ഒരൊറ്റ ചെയിൻ ഒരിക്കലും ഫുഡ് വെബല്ല, കുറച്ചും കൂടി വരച്ചാലേ അത് ഫുഡ് വെബ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി അടുത്തത്, ആ ചെടി തന്നെ നമുക്ക് രണ്ടാമത് വേറെ ഒരു ചെയിനും കൂടി വരയ്ക്കാം. അപ്പോൾ വേറൊരു ചെയിന്, ഇനി ചെടീനെ അവിടെ കഴിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഏറെ പറഞ്ഞു, ടർട്ടിലും ഷാർക്കും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി ചെടീനെ കഴിക്കുന്നത് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ചെടീനെ കഴിക്കുന്നത് സ്മോൾ ഫിഷസ്. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കാം സ്മോൾ ഫിഷസ്.
ഇനി സ്മോൾ ഫിഷസിനെ കഴിക്കുന്നത് ആരാ? ഒരാളവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് സാർഡൈൻ എന്ന് പറയുന്ന ആ മീനിനെ തന്നിട്ടില്ലേ, സാർഡൈനെ കഴിക്കും. ഇനി ഈ സാർഡൈൻ അപ്പോൾ അത് ഒരു ചെയിനായിട്ട് മാറി. ഓക്കെ, ഇനി വേണമെങ്കിൽ ആ സ്മോൾ ഫിഷസ് എന്ന് പറയുന്ന സ്മോൾ ഫിഷസിന് നമുക്ക് എന്ത് എഴുതാം? സീ ടർട്ടിലിന് കൊടുക്കാം. സീ ടർട്ടിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലിങ്ക് കൊടുക്കാം. അപ്പോൾ വേറൊരു ചെയിനിലേക്ക് അവിടെ ഒരു റിലേഷൻ വന്നു. അതെ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താ കൊടുക്കുന്നത്? അതായത് ആ ഫിഷസിനെ വേണമെങ്കിൽ നമുക്ക് ഷാർക്കിലേക്കും കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഒരു ലിങ്കിങ് വരാൻ പറ്റും. അപ്പോൾ ഇതായിട്ട് മാറി, ഒരു ഫുൾ വെബായിട്ട് മാറി. ഒരെണ്ണമല്ല, ഒരു 2-3 കുറച്ചും കൂടി വെബായി. അതായത് 2-3 ചെയിൻ ജോയിൻ ചെയ്യുമ്പോൾ വെബാവുന്നു. അപ്പോൾ 2 ചെയിനായി, അപ്പോൾ നമുക്കതൊരു വെബായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സാമ്പിൾസ് കണ്ടെത്താൻ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് സോ മെനി ഫുഡ് റിലേഷൻഷിപ്സ്. എഴുതുന്നുണ്ട്, ഒബ്സർവ് എ ട്രീ ഇൻ യുവർ സറൗണ്ടിങ്. നിങ്ങൾ ചുറ്റും ഒരു മരത്തിനെ നോക്കുക കണ്ടിന്യൂസ്ലി ഫോർ ഫ്യൂ ഡേയ്സ്, കുറച്ച് നാൾ നോക്കിയിരിക്കാനാണ് പറയുന്നത്. ട്രോ എ ഫുഡ് വെബ് ഇൻ യുവർ സയൻസ് ഡയറി ദാറ്റ് ഇൻക്ലൂഡ് ദ ഓർഗാനിസം ദാറ്റ് യു ഒബ്സർവ്. നിങ്ങൾക്കുള്ളൊരു വർക്കാണത്. എന്തുട്ടാ, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മരത്തിനെ നോക്കിക്കഴിഞ്ഞിട്ട് ആ മരത്തിൽ വരുന്നത് ആരൊക്കെയാണ്. അപ്പോൾ ഒരു മരത്തിൽ ഇപ്പോൾ ചെറിയ ചെറിയ കിളികൾ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ കിളീനെ കഴിക്കുന്നത് ആരാണ്. അങ്ങനെ നിങ്ങളൊരു ഫുഡ് വെബ് നിങ്ങൾ ഉണ്ടാക്കുക, നിങ്ങളുടെ ഡയറിയിൽ ഉണ്ടാക്കി കൊണ്ടുവരാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പേജ്. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കുറേ പിക്ചേഴ്സ് ഉണ്ടല്ലോ ഇതിൽ. ഫോർ സർവൈവൽ എന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി, സർവൈവ് ചെയ്യുക, ജീവിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഒബ്സർവ് ദ പിക്ചർ. ഇതിലും നേരത്തെ കണ്ട പോലെ തന്നെ അല്ലേ, കുറേ ഓർഗാനിസംസ് ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുക ചെയ്യുന്നത്. മീനുണ്ട്, തവള, ഗ്രാസ് ഹോപ്പർ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഡക്ക് ഉണ്ട്, ക്രെയിന്, ബട്ടർഫ്ലൈ ഉണ്ട്, ടോർട്ടോയ്സ് ഉണ്ട്, സ്നെയിൽ. ഇതിൽ കൂടുതലായിട്ട് വന്നത് ആരായിരുന്നു? താറാവ് വന്നില്ലേ. അപ്പം ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ. അപ്പോൾ നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ, നിങ്ങളതിൽ ആ മീനിനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ വാട്ട് കോമ്പോണൻറ്റ്സ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു മീനിന് വേണ്ടത്? മീനിന് എന്തൊക്കെ വേണം? ഭക്ഷണം വേണം. അതായത് അവരെ ഭക്ഷണമാണ് അടിയിൽ തന്നിട്ടുണ്ട് പോയിന്റ്. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാന്റുകൾ കഴിക്കും. ഓക്കെ, അവർ ചെടികൾ കഴിക്കും തന്നിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റിൽ സൺലൈറ്റ് വേണം. ഒരു മീന് ജീവിക്കണമെങ്കിൽ അവിടെ സൂര്യപ്രകാശം വേണം. പിന്നെ മീനിന് ജീവിക്കണമെങ്കിൽ നമുക്ക് അടുത്തത് എന്ത് പറയാം? വെള്ളം വേണം, വാട്ടർ വേണം അല്ലേ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് വാട്ടർ വേണം. വെള്ളം ഇല്ലെങ്കിൽ മീൻ ജീവിക്കില്ല. അപ്പോൾ അടിയിൽ വാട്ടറിന് എഴുതാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഫില്ല് ചെയ്തു, വാട്ടർ. ഓക്കെ, അതിൽ കുറേ ഉണ്ട് കേട്ടോ. ഓക്സിജൻ വേണമെന്ന് എഴുതാം. അവിടെ ഓക്സിജൻ എഴുതാം, കാരണം ഓക്സിജൻ ഇല്ലെങ്കിൽ മീൻ ജീവിക്കില്ല. ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ കഴിഞ്ഞു. ഓക്സിജൻ അല്ലെങ്കിൽ വാട്ടർ, അത് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഇനി അടുത്തത്, ഡോണ്ട് യു തിങ്ക് അതർ ഓർഗാനിസം ഇൻ ദ പോണ്ട് ഓൾസോ നീഡ് ദിസ് കമ്പോണൻറ്റ് ടു സർവൈവ്. മറ്റ് ഓർഗാനിസംസിനും ഇങ്ങനത്തെ കമ്പോണൻറ്റ്സ് വേണം, അതായത് ഈ വാട്ടറും ഓക്സിജനും സൺലൈറ്റൊക്കെ വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ കാറ്റഗറൈസ് ആൻഡ് ലിസ്റ്റ് ദ കോമ്പോണൻറ്റ്സ് ഓഫ് ദ പോണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അടിയിൽ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി പോലെ അല്ലേ. ഓക്കെ, അപ്പോൾ ആ പിക്ചറിൽ നോക്കിയിട്ട് ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ അതിലേതിനൊക്കെയാണ് ജീവനുള്ളതെന്ന് നിങ്ങൾ പറയണം. അതിലേതിനൊക്കെയാണ് ജീവനുള്ളത്? അതിലെല്ലാത്തിനും ജീവനുണ്ട്. മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ക്രെയിൻ എഴുതാം. ഫസ്റ്റത്തെ ക്രെയിൻ, അതായത് ആ നിൽക്കുന്ന ആർക്ക്? കൊക്കിന് ജീവനുണ്ട്. ഫസ്റ്റ് ക്രെയിൻ. പിന്നെ രണ്ടാമത് നമുക്ക് എന്ത് എഴുതാം? ഫിഷ്, മീനിന് ജീവനുണ്ട്. പിന്നെ മൂന്നാമത് നമുക്ക് എന്ത് എഴുതാം? ഡക്ക്, താറാവിന് ജീവനുണ്ട്. പിന്നെ നാലാമത്തത് അവിടെയുള്ള ആ ടോർട്ടോയിസ് അല്ലേ, ടോർട്ടോയിസിന് ജീവനുണ്ട്. പിന്നെ സ്നെയിലുണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഓർഗാനിസംസ് 4 അതിലുള്ള ഓർഗാനിസംസിന് ഇപ്പുറത്ത് 4 അപ്പുറത്ത് അങ്ങനെ 8 ടോട്ടൽ എഴുതാം കേട്ടോ. അപ്പോൾ 8. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഫിഷ് എഴുതാം, ബട്ടർഫ്ലൈ എഴുതാം, ഫ്രോഗ് എഴുതാം, ടോർട്ടോയ്സ് എഴുതാം, ഡക്ക് എഴുതാം, ക്രെയിൻ എഴുതാം, സ്നെയിൽ എഴുതാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ നോൺ ലിവിങ് തിങ്സിന് പറയുമ്പോൾ അതിൽ ജീവനില്ലാത്തത് ആരൊക്കെയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ജീവനില്ലാത്തത് ആരൊക്കെയാണ്? ജീവനില്ലാത്തത് നമ്മൾ പറയുന്നത് വെള്ളത്തിന് ജീവനില്ല, വാട്ടർ. ആ കല്ലുകൾക്കില്ല, വെള്ളത്തിനിടയിൽ കല്ലുകൾക്കില്ല. അപ്പോൾ സ്റ്റോൺ എഴുതാം, വാട്ടർ എഴുതാം, സാൻഡ് മണ്ണുകൾ എഴുതാം, എയർ എഴുതാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ദ ഹാബിറ്ററ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഹാബിറ്ററ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്ന സ്ഥലം, അതാണ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. എ പാഡി ഫീൽഡ് ഈസ് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ കോമ്പോണൻറ്റ്സ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാൻസ്. അപ്പോൾ നമ്മൾ ഒരു പാഡി ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്?
നമുക്ക് അവിടെ ഇപ്പോൾ പാഡി ഫീൽഡ് വേണമെന്നൊന്നുമില്ല. നിങ്ങളൊരു നല്ല ഭംഗിയിലൊരു പൂന്തോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് കുറേ ഓർഗാനിസംസ് അല്ലേ, കിളികളും പക്ഷികളായിട്ട് കുറേ ഓർഗാനിസംസ് അവിടെ കാണാൻ പറ്റുന്ന ഒരു ഹാബിറ്ററ്റ് ആണത്. കുറേ ഓർഗാനിസംസിന് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദ ഫിഷ് ഇറ്റ് ഈസ് ഓൾസോ എ ഹാബിറ്ററ്റ് ടു മെനി അതർ ക്രിയേച്ചേഴ്സ് ഫ്രം ഫിഷ്. അപ്പോൾ മീൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളൂ, ബാക്കി മിക്ക ഓർഗാനിസംസൊക്കെ അവിടെ കാണാൻ പറ്റും എന്ന് പറയുന്നത്. ആർ ദർ എനി അതർ ഹാബിറ്ററ്റ് ലൈക്ക് ദിസ് അറൗണ്ട് us? അപ്പോൾ ഇങ്ങനെ കുറേ ഓർഗാനിസംസ് ജീവിക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നാണ് ചോദിക്കുന്നത്. ഇതുപോലെ എന്താ പറയുക, കുറേ ഓർഗാനിസംസിൽ ഇപ്പോൾ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓർഗാനിസംസിനെ കാണാം അല്ലേ. കാട്ടെന്ന് പറയുന്ന ഇതുപോലെ കുറേ ഓർഗാനിസംസ് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം പിന്നെ അതിൻ്റെ അടിയിൽ ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗാർഡൻ, നിങ്ങളെ സ്കൂളിൽ ഇതുപോലെ വല്ല ചെടിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആ ഗാർഡന് പോയി നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഓർഗാനിസംസ് നമുക്കിവിടെ കുറേ കാണാം. തുമ്പികൾ വരുന്ന കാണാം, പിന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളെ കാണാം, ഗ്രാസ് ഹോപ്പേഴ്സിനെ കാണാം. ഇതൊക്കെ കുറേ ഓർഗാനിസംസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഈസ് എ ഹാബിറ്ററ്റ് ടു മെനി ക്രീച്ചർ. ഞാൻ പറഞ്ഞില്ലേ ഗാർഡൻ എന്ന് പറയുന്നത്, അതായത് ഈ പൂന്തോട്ടം എന്നൊക്കെ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എന്ന് പറയുന്ന പൂന്തോട്ടങ്ങളാണ്. ഇതുപോലെ കുറേ ഓർഗാനിസംസിനെ അവിടെ നമുക്ക് ഹാബിറ്ററ്റായിട്ട് കാണപ്പെടുന്നതാണ്. വിച്ച് ആർ ദേ? ഇനി വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ പ്രസൻസ് ഓഫ് വേരിയസ് ഓർഗാനിസം ഫൗണ്ട് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ? അത് നിങ്ങൾ ചോദിക്കുകയാണ് എന്തൊക്കെ കണ്ടീഷനിലാണ് ഇങ്ങനെ ഇവർ കാണുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതായത് ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൂര്യൻ ഉള്ള ടൈമിലാണോ അല്ലെങ്കിൽ മഴയുള്ള ടൈമിലാണോ ഇങ്ങനത്തെ ജീവജാലങ്ങൾ കൂടുതൽ കാണുന്നത്, എന്തൊക്കെയാണ് അതിന് മീൻസ് ഏത് കണ്ടീഷനിലാണ് ഇത് വരുന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഒബ്സർവ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. ഇതിന് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസൻറ്റ് എ റോൾ പ്ലേ ഇൻ യുവർ ക്ലാസ് ഇൻവോൾവിങ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ബയോഡൈവേഴ്സിറ്റി. അതായത് ഗാർഡനിൽ പോയിട്ട് അവിടെ ജീവനുള്ളത്, നമ്മൾ നേരത്തെ കണ്ടില്ലേ ജീവനുള്ളത് എന്ത് ജീവനില്ലാത്തത് എന്നൊക്കെ, അതുപോലെ നിങ്ങൾ നോക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. ഇപ്പോൾ പറയുന്ന അതായത് ഇപ്പോൾ ലിവിങ് തിങ്സിന് ഇപ്പോൾ നമുക്കായാലും ഇപ്പോൾ ഹ്യൂമൻ ബീങ് നമ്മളൊരു ലിവിങ് തിങ് ആണ്. ഇപ്പോൾ നമുക്ക് നോൺ ലിവിങ് തിങ് അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓക്സിജൻ ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും? ഇല്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കാനായിട്ട് കുറേ നാളൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നോൺ ലിവിങ് തിങ്സ് ആണ്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജീവനുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ലിവിങ് തിങ്സിന് നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഡു യു എഗ്രി ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഓഫ് കോഴ്സ് യെസ്, കറക്റ്റാണ്. നമുക്ക് എന്താ പറയുന്നത്, നമുക്കിങ്ങനെ നോൺ ലിവിങ് തിങ്സ് ഇല്ലാതെ അതിന് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്? അത് നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ഒബ്സർവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗാർഡനിൽ പോയിട്ട് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇതാണ് എയിം ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽസ്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ, ക്ലാസ്സിൽ നിന്ന് തരുന്നൊരു വർക്കായിരിക്കും അത്. ഓക്കെ, അപ്പോൾ എവറി ലിവിങ് തിങ് ഹാസ് എ സ്യൂട്ടബിൾ ഹാബിറ്ററ്റ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഹാബിറ്ററ്റ് ഉണ്ട്. അപ്പോൾ ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ക്യാൻ യു സജസ്റ്റ് എ സ്യൂട്ടബിൾ ഡെഫിനേഷൻ ഫോർ ഹാബിറ്റ്? അപ്പോൾ ഹാബിറ്ററ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരാൾക്ക് താമസിക്കേണ്ട സ്ഥലം അല്ലേ, അതാണ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതുപോലെ ഹാബിറ്ററ്റുകൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഒബ്സർവ് ദ ഫിഗർ 1.6 ആൻഡ് വാട്ട് ആർ ദ ഹാബിറ്ററ്റ് ഷോൺ ഹിയർ. ഇപ്പോൾ അടിയിലൊരു പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കുറേ ഡെസേർട്ട് കാണാം, ഗ്രാസ് ലാൻഡ് കാണാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു ഹാബിറ്ററ്റാണ്. ഡെസേർട്ടിൽ ഇപ്പോൾ ക്യാമലൊക്കെ ജീവിക്കുന്ന ഡെസേർട്ടാണ് അവരെ ഹാബിറ്ററ്റ്, അവർ ജീവിക്കുന്ന സ്ഥലം അതാണ് അല്ലേ. ഇനി ഗ്രാസ് ലാൻഡ് ഫസ്റ്റ് തന്നിട്ടുള്ള ഗ്രാസ് ലാൻഡ്, അവിടെ മാനുകളെ കാണാൻ പറ്റും, അത് ഗ്രാസ് ലാൻഡ് പറയും. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ തന്നിട്ടുണ്ട് ഗ്രാസ് ലാൻഡാണ്. സെക്കൻഡ് ആണെന്ന് വെച്ചാൽ ഡെസേർട്ടാണ്. മൂന്നാമത്തെ എന്താ തന്നിട്ടുള്ളത്, വെള്ളത്തിൻ്റെ നടുവിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു കാട് പോലത്തെ സാധനം, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതിന് നമ്മൾ പറയുന്നത് മാംഗ്രൂവ് എന്നാണ് കേട്ടോ. മാംഗ്രൂവ് ഫോറസ്റ്റ് എന്നൊക്കെ പറയും. മാംഗ്രൂവ് ഫോറസ്റ്റ് നിങ്ങൾ വലിയ ക്ലാസ്സിലാകുമ്പോൾ വീണ്ടും പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇത് നമ്മൾ എന്താ പറയുന്നത്, മാംഗ്രൂവ്, MANGROVE, മാംഗ്രൂവ് എന്നാണ് പറയുന്നത്. ഈ നാലാമത്തെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഉണ്ട്. അപ്പോൾ അത് ഒരു പോളാർ റീജിയനാണ്. പോളാർ ബിയറൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ഒരു കാർട്ടൂണിലൊക്കെ കാണാം പോളാർ ബിയർ വരുന്നതൊക്കെ. അതൊരു പോളാർ റീജിയൻ. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് മാംഗ്രൂവ് ആണ്, നാലാമത്തേത് പോളാർ റീജിയനാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ ഫുഡ് കാർട്ട് നിർത്തിയാലോ. നമുക്കിത് അടുത്ത പാർട്ട് 2 പറയാം. കാരണം ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും ക്ലാസ്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിലെടുത്ത് പറഞ്ഞാൽ പോരെ ബാക്കി. ഓക്കെ, അപ്പോൾ നമുക്കിത് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ മക്കളെ ഇതിൽ ഈ ക്ലാസ്സിൽ വല്ല ഇമ്പ്രൂവ്മെൻ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. കാരണം ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാലേ എനിക്കതെന്ന് വെച്ചാൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് നാളെ ഇടാവുന്നതാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.